ഹലോ ഗൈസ്, അമ്മയും മോളും കൂടെ എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങളിന്ന് ഇൻഫോസിസ് വരെ ഒന്ന് പോവുകയാണ്. ഇൻഫോസിസ് അവരുടെ എംപ്ലോയീസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഒരു സ്പെഷ്യൽ ഡേ കണ്ടക്ട് ചെയ്യാറുണ്ട്, പെറ്റിറ്റ് ഇൻഫോഷൻ ഡേ. അപ്പോൾ അന്ന് മെയിനായിട്ടും കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും ടാലൻറ്റ് ഷോയും അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും അതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുന്നത്. ഇന്നത്തെ ഒരു തീം എന്ന് പറഞ്ഞാൽ കോസ്മിക് തീമായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഒരു ഫുഡ് കോർട്ടിൽ വെച്ചിട്ടാണ് ഈ പരിപാടികളെല്ലാവരും നടത്തുന്നത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ടാലൻറ്റ് ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കിച്ചൂസ് വെച്ചിരിക്കുന്ന ആ തൊപ്പിയൊക്കെ ആക്ച്വലി നമ്മൾ വന്ന് കയറുമ്പോൾ അവരൊരു വെൽക്കം ഗിഫ്റ്റ് തരും. അപ്പോൾ അതിലുള്ളായിരുന്നു ഈ ഒരു തൊപ്പിയും, പിന്നെ ഒരു ഫ്രൂട്ടി, പിന്നെ ഒരു ബബിള്, പിന്നെ വേറെ ഒരു ടോയ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ഇതിനകത്ത് തന്നെ കുറേ കുഞ്ഞു കൗണ്ടറുകളുണ്ട്. നമ്മുടെ പോപ്കോൺ, സ്വീറ്റ് ക്യാൻഡി, മസാല ചായ, ഐസ്ക്രീം, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചേച്ചി പോട്ടറി മേക്കിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ്. അതുപോലെ ഫേസ് പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കും, പിന്നെ നമ്മുടെ കാരിക്കേച്ചർ ഡ്രോയിങ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ കുട്ടികൾക്ക് പോയിരുന്നിട്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാം, പെയിൻറ്റിങ് ചെയ്യാം, ഡ്രോയിങ് ചെയ്യാം. അപ്പോൾ രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കിച്ചൂസ് ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ടാലൻറ്റ് ഷോയ്ക്ക് വന്നിട്ട് അവൾ ഒരു ഡാൻസൊക്കെ പഠിച്ചിട്ട് വന്നതാണ്. പക്ഷേ വന്ന പാടെ ഈ പരിപാടികൾക്കെല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് പോയതുകൊണ്ട് പിന്നീട് വൈകിട്ടായപ്പോഴത്തേക്കും അവളുടെ പേര് വിളിച്ച സമയത്ത് ആൾ നല്ല ടയേർഡായി, പിന്നെ കളിക്കാൻ വയ്യ, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ എന്തായാലും ഇത്തവണ ഡാൻസ് ഒന്നും കളിക്കാണ്ടാണ് തിരിച്ചു വന്നത്. പിന്നെ ദേ ഇരിക്കുന്നതാണ് കണ്ണൻ എന്ന പ്രണവ്, കിച്ചുസിൻ്റെ LKGയിലെ ഫ്രണ്ടാണ് കേട്ടോ. കിച്ചു ചെമ്പക കിൻഡർഗാർഡനിലാണ് LKG ചെയ്തത്. അതിനുശേഷം പിന്നെ നമ്മൾ സെൻറ് തോമസിലേക്ക് മാറിയത്. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള ഒരു കൂട്ടാണ് കണ്ണനുമായിട്ട്. രണ്ടുപേരുടെയും ബർത്ത്ഡേ സെയിം ഡേറ്റ് ആണ്, October 20th. പക്ഷേ കണ്ണൻ ഒരു വയസ്സിന് ഇളയതാണ് കിച്ചുവിനേക്കാളും. പിന്നെ നമ്മളിപ്പം എല്ലാ വർഷവും ഇവിടെ ഇങ്ങനൊരു ദിവസമാണ് വീണ്ടും കണ്ടുമുട്ടാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമ്പസിനകത്ത് ഇവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കിച്ചുവിന് അറിയാം. ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് ട്രാമ്പലിനാണ് മെയിനായിട്ടും അവളുടെ മനസ്സിലുള്ളത്. അതിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് തന്നെ. ഞങ്ങൾ ആദ്യമേ ഇതിലോട്ട് കൊണ്ടിറക്കാതെ അകത്ത് കൊണ്ടുപോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്.
അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും എല്ലാ സ്റ്റൈൽ ഫുഡും കിട്ടും കേട്ടോ. പക്ഷേ ഇന്ന് എല്ലാവർക്കും ഗീ റോസ്റ്റ് കഴിക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിരത്തി പിടിച്ചിട്ട് ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉടനെ ഓടിയും ചാടിയൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് കിച്ചുവിനെ നേരെ കൊണ്ടുപോയി നമ്മളൊരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സെക്ഷനിൽ ഇരുത്തി. അപ്പോൾ അവൾക്ക് ഇങ്ങനെ വെട്ടാനും വരയ്ക്കാനൊക്കെ കുറച്ച് ഇഷ്ടമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നോളൂ. ഞാൻ അതിനിടയിലൂടെ പോയെന്ന് ഒരു ചായ ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. എന്നിട്ട് റോസ് പെറ്റലൊക്കെയാണ് ട്രൈ ചെയ്തത്. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. നേരെ കൊണ്ടുപോയി ഞാൻ അത് ഇച്ചായനെ ഏൽപ്പിച്ചു. ദേ കുഞ്ഞാവെ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത എനർജി കേട്ടോ ആൾക്ക്. കുറേ പാട്ടുണ്ടായിരുന്നു ഡാൻസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഓരോന്ന് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് റീൽസിൻ്റെ ഒക്കെ ഓരോ പാട്ടുകളൊക്കെ തന്നെയാണ്. പക്ഷേ ആളിങ്ങനെ നിർത്താണ്ട് കളിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ കോൾ വന്നിട്ട് പാട്ടിങ്ങനെ കട്ടായി. എന്നിട്ടും പാട്ടില്ലാഞ്ഞിട്ടും അടുത്ത സ്റ്റെപ്സ് അങ്ങോട്ട് കളിക്കുവാണ്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ എന്താണെന്ന് അറിയാം. അപ്പോഴാണ് അതിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞ് പാട്ടിടയ്ക്ക് സ്റ്റോപ്പ് ആയതാണ്. വീണ്ടും പ്ലേ ചെയ്ത് അങ്ങനെ വീണ്ടും കളിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. നിന്നങ്ങ് കളിച്ചു. നല്ല എനർജറ്റിക് ആയിട്ട് നന്നായിട്ട് കളിച്ചു. അങ്ങനെ എന്തായാലും കിച്ചൂസിന് അടുത്ത വർഷം സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒരു ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ കിട്ടിയ ബാഗാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ യൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഈ ഒരു വ്ളോഗ്, പെറ്റിറ്റ് ഇൻഫോഷൻ ഡേയുടെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.